എനിക്കൊരു മേറ്റർ ഞാൻ കൊള്ളാന്നുണ്ട്. നമ്മളൊരാള് എംബാരസ്ഡ് ആയി ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ നാണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? ഒരു കൈവതം റിസീവ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷമോ ഒരു കൈ കൊടുക്കലോ ഒന്നും കണ്ടില്ലല്ലോ. ഇല്ല ശ്രീ രമേശ് നായർ, അങ്ങനെയാണെങ്കിൽ ആ റിസീവ് ചെയ്യുന്നതിൽ താങ്കൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു? താങ്കൾ ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്യുന്നുണ്ടോ? ഇവൻ ഇത്തിരി ദഹനക്കേടിന്റെ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഇന്നിനി വ്യായാമം കൊടുക്കല്ലേ. മുഖം വല്ലാതെ ഭാവമായിരുന്നു താങ്കളുടെ മുഖത്ത്. ക്യാമറ അതും ഒപ്പിയെടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ട കാര്യമല്ലേ. എൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. ഒറ്റപ്പെട്ട രീതിയിലാണ് എനിക്ക് അവാർഡ് തരുന്നത്. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഞാൻ അവരുടെ കൂടെ വാങ്ങിക്കേണ്ട ആളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ സന്തോഷമല്ല ഉണ്ടാവും എനിക്ക് മനസ്സിന്. ആ ഡയറക്ടറും കൂടെ നിന്നിട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞു താങ്കൾ വിചാരിച്ച രീതിയിലല്ല അത്. ആകെ കാര്യങ്ങൾ കൈവിട്ടു പോയി. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ താങ്കൾക്കെതിരെ വരുന്നുണ്ട്. അബദ്ധത്തിലല്ല, മനഃപൂർവ്വമാണ്. അപ്പോൾ കുറച്ചുകൂടെ അയാളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. തീർച്ചയായും അത് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ പറഞ്ഞല്ലോ. തെറ്റെല്ലാവർക്കും സംഭവിക്കും. ആരും എന്നെ പിന്തുണക്കേണ്ട കാര്യമില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? മോഹൻലാൽ സാറും മമ്മൂക്കൊക്കെ എന്തൊക്കെ അവർക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ പുറത്തെ ആൾക്കാരുടെ അടുത്തും മീഡിയയുടെ അടുത്തൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അവരാരെയൊക്കെ ചീത്ത വിളിക്കണം മൈൻഡ് ചെയ്യാതെ പോകണം. ഞാൻ ചെയ്തത് അവിടെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് പേർപ്പസ്ലി ഞാൻ ചെയ്തതല്ല ഇത്. ഇയാൾക്കെന്താ ഭ്രാന്താണോ? ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് ഒരു പൊതുവേദിയിലൊന്നും ഒരിക്കലും എല്ലാരും കാണല്ലേ. അപ്പോൾ കാണുന്ന സമയത്ത് ആസിഫിനെ പോലത്തെ ഒരാളെ ഇങ്ങനെ ഇഗ്നോർ. ഇത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യം. സോറി ആയിട്ട് എനിക്ക് തോന്നി. അത് മനസ്സിൽ നിന്ന് പറഞ്ഞൊരു സോറി ആയിട്ട് തോന്നിയില്ല. ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു ഇത് വഷളാക്കരുത്. ശ്രീ രമേശ് നായർ, താങ്കൾ ഇതിന് യാദൃച്ഛികമായി എവിടെയും എന്തും സംഭവിച്ചു പോവാം. ബാർഗൈൻ ചെയ്യരുത്. എല്ലാവരും ഞാൻ പറയാം, ബാർഗൈൻ ചെയ്യരുത്. പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിയിരുന്നു. അപ്പൊ പച്ച കള്ളല്ലേ, പുള്ളി തോളിൽ തട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്ക് പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലാക്കി പുള്ളി പറഞ്ഞു അത് എന്തും സംഭവിച്ചു പോവാം. അത് തിരിച്ചറിയണം. ശരി, അത് തിരിച്ചറിയണം നമ്മൾ. അതെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയ സാധനത്തിനൊക്കെ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ദൈവം വഴിയെ ഇതുപോലൊരു സാധനമായിട്ട് എനിക്ക് പണി തിരിച്ചു കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ. ഇത് തീർന്നില്ലേ? നിർത്തി